ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ value of x at which the total revenue will be equal to total cost. അതായത് എക്സ് എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ഏത് വാല്യൂ, അതായത് എത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടിയ വരുമാനവും നമുക്കുണ്ടായ ചെലവും ഈക്വൽ ആയിട്ട് വരുന്നത്. സോ വൺസ് അഗെയിൻ വാല്യൂ ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് അങ്ങനെ പറയാം. ദ വാല്യൂ ഓഫ് എക്സ് അറ്റ് വിച്ച് the total revenue will be equal to total cost. The value of x at which the total revenue will be equal to total cost. അതായത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്ത് സെൽ ചെയ്തപ്പോഴാണ് നമ്മുടെ ചെലവ്, നമ്മുടെ കോസ്റ്റും നമുക്ക് കിട്ടിയ വരുമാനവും ഈക്വൽ ആയിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരു പോയിന്റിനെ ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ടു another question. The daily cost of production of x units is given like C of x is equal to rupees 12.5x plus 6,400. അതായത് എക്സ് യൂണിറ്റ്സ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കോസ്റ്റ് ഫംഗ്ഷൻ, അതായത് എത്ര റുപ്പീസ് ആണ് ചെലവ് എന്നുള്ളതാണ് ആ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6,400 എന്നുള്ളതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. 12.5 ഇൻറ്റു എക്സ് എന്നുള്ളത് വാരിയബിൾ കോസ്റ്റ് ആണ്. ഇൻ ദസ് 12.5x the coefficient of x, that is 12.5, is the marginal cost. അത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. If each unit is sold for rupees 25, ഇനി ഇതാണ് ടോട്ടൽ കോസ്റ്റ്, അതായത് ഉണ്ടാക്കാൻ ഒരു ദിവസം എക്സ് യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റാണ് സി ഓഫ് എക്സ്. ഇനി ഓരോ യൂണിറ്റും സെല്ല് ചെയ്യുമ്പോൾ rupees 25 ആണ് അവർക്ക് കിട്ടിയ വരുമാനം, ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അങ്ങനെ എക്സ് യൂണിറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? 25 ആണ് പ്രൈസ് പെർ യൂണിറ്റ്. സോ ഒരു യൂണിറ്റിന് 25 ആണ്. സോ എക്സ് യൂണിറ്റ് സെൽ ചെയ്തപ്പോൾ ദേ ഗെറ്റ് 25x. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് 25.5x പ്ലസ് 6,400. ഇനി what they are asking is determine minimum number of unit that should be sold and produced to ensure no loss. അതായത് മിനിമം എത്ര ക്വാണ്ടിറ്റി വേണം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്, എങ്ങനത്തെ വാല്യൂ വേണ്ടത്? നമുക്ക് നഷ്ടം ഉണ്ടാവരുത്. അതായത് നഷ്ടം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം നമുക്ക് വിറ്റിട്ടുണ്ടാവണം. നമ്മളിപ്പോൾ എക്സ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ക്വാണ്ടിറ്റി സെൽ ചെയ്തിട്ട് പോയിട്ടും ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് നഷ്ടമില്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ദി ആസ്ക്, ലൈക്ക് ഡിറ്റർമിൻ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് എത്ര മിനിമം യൂണിറ്റ്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മിനിമം എക്സ് എന്താണ്, ദാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ടു എൻഷുർ നോ ലോസ്. നഷ്ടമില്ലാതിരിക്കാൻ എത്ര യൂണിറ്റ് ആണ് മിനിമം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെൽ ചെയ്യേണ്ടത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് സിമിലർ ടു ലൈക്ക് വാട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആയി വന്നാലേ നമുക്ക് ആക്ച്വലി നഷ്ടമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ലാഭം നന്നായി കിട്ടിയെന്നല്ല, നഷ്ടം ഇല്ല, നോ ലോസ്. അപ്പൊ അതിന് നഷ്ടം ഇല്ലാതിരിക്കാൻ മിനിമം എക്സിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. So the question is like what? Break even point, in the sense total cost will be equal to total revenue. So the question is like break even point. അതായത് എക്സിന്റെ ക്വാണ്ടിറ്റി മിനിമം എത്രയായിരിക്കണം, സോ ദാറ്റ് ലോസ് ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? റവന്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ദാറ്റ് ഇസ് 25x is equal to 12.5x plus 6,400. So 25x minus 12.5x is 12.5x, then minus 6,400 is equal to 0. So taking this 6,400 to the right side, what we get is 12.5x is equal to 6,400. So x will be 6,400 divided by 12.5, it is 512.
ഓക്കെ, അപ്പോൾ 512 അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. എന്തിന്? നമുക്ക് മിനിമം ക്വാണ്ടിറ്റി അത്രയും 512 മിനിമം യൂണിറ്റ്സ് വേണം. ദാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ടു എൻഷുർ no loss. So I think you people get the idea. Then in the same question, if there is another sub question like, if the selling price reduced by 2.5 rupees per unit, what is the break even point? അപ്പം ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞത് ഒരു യൂണിറ്റിന് 25 രൂപ വെച്ചിട്ടാണ് അവർ സെല് ചെയ്തത്. ഇപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യനിൽ അവരൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണ്. ലൈക്ക് ആ 25 റുപ്പീസ് പെർ യൂണിറ്റ് എന്നുള്ളതെന്ന് ഒരു യൂണിറ്റിന് 2.5 റുപ്പീസ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാവും? അതായത് 25-ൽ നിന്ന് 2.5 റെഡ്യൂസ് ചെയ്യുമ്പോൾ 22.5 റുപ്പീസാണ് പെർ യൂണിറ്റിന് എന്ത് വരുന്നത്? കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദേ മെയ്ഡ് ഇറ്റ് ലൈക്ക്, ഇഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് 25 റുപ്പീസ് ആണ് സെല്ലിംഗ് പ്രൈസ് ആയിരുന്നത്, ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 2.5 റുപ്പീസ് പെർ യൂണിറ്റ്. അതായത് 2.5 റുപ്പീസ് അതിന് റെഡ്യൂസ് 22.5 റുപ്പീസിലാണ് അവർ ഈ യൂണിറ്റ് ഓരോ യൂണിറ്റും വിറ്റതെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്? സോ റെഡ്യൂസ് ചെയ്തു 25-ൽ നിന്ന് 2.5 കുറച്ച വി വിൽ ഗെറ്റ് it like 22.5 rupees. Then so what happens to our total revenue? In the place of 25x it will be like 22.5x. അതായത് ഒരു യൂണിറ്റ് സെല് ചെയ്തതിൻ്റെ കോസ്റ്റ് അല്ല, സെല്ലിംഗ് പ്രൈസ് 22.5 ആയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ട് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. വാട്ട് ഇസ് ടോട്ടൽ റവന്യൂ? ദാറ്റ് ഇസ് 22.5x. that will be is equal to what? Total cost 12.5x plus 6,400. so it is like x ടേംസിന് ഡിഫറൻസ് കാണും. അപ്പോൾ എന്ത് വരും? 22.5x minus 12.5x, that is 10x. that will be equal to 6,400. so x is 640. ഓക്കെ, അപ്പോൾ 640 യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ആക്ച്വലി 640 യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 640 യൂണിറ്റ്സ് അവർ സെൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. Thanks for watching.